ഹലോ, വെൽക്കം ടു റിച്യൂസ് ബുട്ടീക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിഷുവിനും ഓണത്തിനും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു സെറ്റ് ചുരിദാറിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എലഗൻറ്റ് ഡിസൈനാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഡിസൈൻ ഞാൻ ഇതുപോലെ ട്രേസ് ചെയ്ത് വരച്ചു. ഒന്നുമില്ല, ജസ്റ്റ് 4 ലൈൻസ് ഉള്ള സ്ട്രെയിറ്റ് ലൈൻസാണ് ട്രേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഓരോന്ന് ചെയ്യുമ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഡിസൈൻ വരച്ചെടുക്കേണ്ടതെന്ന്. അപ്പോൾ ഫസ്റ്റ് ഇതിനായിട്ട് സാധാ മെഷീൻ ത്രെഡ് വെച്ച് ബീഡ്സ് ക്രോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4mm റൗണ്ട് ബീഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് 4 ലൈൻസ് ആദ്യം വരച്ചു കൊടുക്കുക. 4 ലൈൻസിൻ്റെ ഇടയിൽ ഇതുപോലെ 4 ലൈൻസിലായിട്ട് വരച്ചു കൊടുത്ത വരയിലായിട്ട് ഇതുപോലെ ഇടയ്ക്ക് 4 വരകൾ ചെറിയ വരകളായിട്ട് ചെയ്തു കൊടുക്കുക. അതിൽ വേണം ഈ ബീഡ്സ് ക്രോസ് ചെയ്യാൻ. അതും 4 എണ്ണമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് 4 ഇടത്തിലായിട്ട് ചെയ്തേക്കുക. ഒന്നിച്ച് ഒരേ ഇടത്തിൽ വരണ മാതിരി ചെയ്യരുത്. കാരണം ആ ഡിസൈൻ ഫുൾ ഒരേ ഇടത്തിലായി കഴിഞ്ഞാൽ ഒത്തിരി കൂടിയിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രത്യേക ഭംഗിയായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ഇടവിട്ട് ഇതുപോലെ ഓരോരോ ലൈൻസിൽ വ്യത്യാസപ്പെടുത്തി വരച്ച് ഇതുപോലെ കോർത്ത് കൊടുക്കുക. അപ്പോൾ കോർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 4 മുത്ത് ഒന്നിച്ച് വെച്ചാലും വീണ്ടും എടുത്ത് 2 മുത്തിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും ഇതുപോലെ കോർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ മുത്ത് ടൈറ്റായിട്ട് ഇരിക്കില്ല. നമുക്ക് ശരിക്കും തുണിയിലേക്ക് ടൈറ്റായിട്ട് ഇരിക്കേണ്ടതായതുകൊണ്ട് ഇതുപോലെ കോർത്ത് കൊടുക്കണം. തുണിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എടുത്തേക്കുന്നത് കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. 2.5 മീറ്ററിൻ്റെ തുണിയാണ് എടുത്തേക്കുന്നത്. ഓഫ് വൈറ്റ് കളറാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓണത്തിനായാലും ഇല്ല അങ്ങനത്തെ എന്ത് ഫംഗ്ഷനായാലും ഇടാൻ പറ്റുന്ന, ഇതുമല്ല പാർട്ടി വെയർ ആയിട്ടും നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല എലഗൻറ്റ് കളറിലാണ്. മാത്രമല്ല ഇതെല്ലാവർക്കും സ്യൂട്ട് ചെയ്യുന്ന കളർ കൂടിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 4 സൈഡിലും ചെയ്തു. അതുപോലെ ഓരോ ഡിസൈനെയും 4 വശത്തായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഞാൻ ടോട്ടലായിട്ട് 8 വർക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ 8 ഇൻറ്റു 4 ചെയ്തെടുത്തേക്കുന്നത്. ഇനി അടുത്തത് ചെറിയ മുത്തുകൾ ഈ 4 മുത്തിൻ്റെ ഉള്ളിക്കൂടെ ആരി വർക്കിൽ കോർത്ത് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ആരി വർക്ക് അറിയാവുന്നവർ ആരി വർക്കിൽ ചെയ്യാം, അല്ലാത്തതിലും ചെയ്തെടുക്കാം. ആരി വർക്കിലായിട്ടാണ് ഞാനിപ്പോൾ മൊത്തമായിട്ടുള്ള ഡിസൈൻ ഫുള്ളായിട്ട് കോർത്ത് കൊടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ബീഡ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരിക്കലും കുറച്ച് യൂസേജ് കഴിഞ്ഞ് കളർ പോകുന്ന ടൈപ്പിലുള്ള ബീഡ്സ് യൂസ് ചെയ്യരുത്. കളർ പോകാത്ത ടൈപ്പിൽ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും കുഴപ്പമില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്സ് എപ്പോഴും കോസ്റ്റ്ലി എന്ന് ചോദിക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ വ്യത്യാസം ഉണ്ടാവും, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതിനു വേണ്ടി ചിലവഴിക്കുന്ന സമയത്തിൻ്റെയും വ്യത്യാസം ഉണ്ടാവും. ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്സ് കോസ്റ്റ്ലി എന്ന് ചോദിക്കുന്നത്. മിക്കവാറും എല്ലാവരിലും ഒരു ചോദ്യം വരുന്നതാണ്, എന്താണ് ഹാൻഡ് വർക്ക് ഇത്ര കാശായിട്ട് ചോദിക്കുന്നേ എന്നുള്ളത്. ശരി, ഇതുപോലെ അത് വർക്ക് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കോർത്ത് നല്ല ടൈറ്റാക്കി അവിടെ നോട്ടിടുക. ഇതുപോലെ ഇപ്പം നമ്മൾ കോർത്തെടുത്തത് 4 ബീഡ്സുള്ള എല്ലാ വർക്കിലും ഇതേ വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ പോന്നു കഴിഞ്ഞാൽ ഡിസൈൻ മൊത്തമായിട്ട് ഇങ്ങ് പോരും. സോ ഇതുപോലെ ഇപ്പോൾ ചെയ്ത പോലെ എല്ലായിടത്തും ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു വർക്ക് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ വീഡിയോയിൽ തന്നെ എഴുതി വന്നിരിക്കുന്ന ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ്. വിത്തിൻ 7 days നിങ്ങൾക്ക് ഈ വർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് നേരത്തെ പറയാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞാൽ ഇതുപോലത്തെ വർക്ക് നിങ്ങൾക്ക് സ്പീഡിൽ തന്നെ ചെയ്തു തരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് വെച്ചിരിക്കുന്ന ഈ ബീഡ്സിൽ മൊത്തം ഇതുപോലെ റൗണ്ടായിട്ട് അതിനെ ചെയ്തെടുക്കുക. അവസാനം കൊണ്ടുപോയി ക്രോസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്ത് മെറ്റീരിയൽ എടുത്താലും നല്ലതായിരിക്കും, പക്ഷേ കോട്ടൺ സിൽക്കിൽ കുറച്ചും കൂടെ തിളങ്ങി കാണുന്ന ഒരു ഭംഗി ഉണ്ടാവും. അതേപോലെ തന്നെ ഈ കോട്ടൺ സിൽക്കിൻ്റെ ഈ ഒരു തുണിക്ക് ഓഫ് വൈറ്റ് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഓഫ് വൈറ്റിൽ തന്നെ കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, റേറ്റ് കൂടിയ മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം നമ്മൾ ഈ ഓണത്തിനൊക്കെ ഇടുന്നത് കുറച്ച് തിളങ്ങി നിൽക്കണം, ഇല്ല വിഷുവിന് ഇടുന്നത് കുറച്ച് തിളങ്ങി നിൽക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ചിന്തിക്കുക. മെയിനായിട്ട് ഹാൻഡ് മെയ്ഡ് നമ്മൾ ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തിളക്കം എങ്ങനെ വന്നാലും കിട്ടണം എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ കുറച്ച് തിളങ്ങി നിൽക്കുന്ന ഓഫ് വൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമ്മൾ ബീഡ്സ് ക്രോസ് ചെയ്ത് കൊടുക്കുകയാണ്. ലോങ് സൈസ്
ഗ്ലാസ് കട്ട് ബീഡാണ് യൂസ് ചെയ്യുന്നത്. ആ ഗ്ലാസ് കട്ട് ബീഡ് ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ സ്മോൾ, നമ്മളിപ്പോൾ 4 ബീഡായിട്ട് വെച്ച് ചെയ്ത അതേ ബീഡ് തന്നെ ഒരെണ്ണം കൂടെ കളത്തു കൊടുക്കുക. ഇതുപോലെ ചെയ്തു കൊടുക്കുക. എന്നിട്ട് ആ റൗണ്ട് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടി നീഡിൽ കയറ്റിയെടുക്കണം, കാരണം അല്ലെങ്കിൽ അത് കയറി പൊങ്ങിപ്പോരാതിരിക്കും. സോ കയറ്റിയെടുത്തതിൻ്റെ വീഡിയോയിൽ വന്നിട്ടില്ല. ഇതുപോലെ ഒരു സെറ്റിൽ 5 ബീഡ്സായിട്ട് ക്രോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ എല്ലായിടത്തുനിന്നും ഇതുപോലെ വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വരാൻ പാകത്തിന് വേണം ചെയ്തെടുക്കാൻ. ഇനി ഇതിലാണ് നമ്മൾ ത്രെഡ് വർക്ക്, ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ത്രെഡ് വർക്കിലേക്ക് കയറുന്നത്. ത്രെഡ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്തത് മെറൂൺ കളറാണ്. മെറൂൺ എപ്പോഴും ഓഫ് വൈറ്റിൽ നന്നായിട്ട് കാണുന്ന ഒരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചൂസ് ചെയ്തു. നിങ്ങൾക്ക് ഓഫ് വൈറ്റിൽ വേറെ തിളങ്ങി കാണുന്നതാണ് ഗ്രീൻ കളർ യൂസ് ചെയ്യുക. അതൊരു പ്രത്യേക ഗ്രീൻ ഉണ്ടെങ്കിൽ ആ ഗ്രീൻ നമുക്ക് യൂസ് ചെയ്താൽ അത് നല്ലതായിരിക്കും. ഇതുപോലെ ഇപ്പോൾ വരച്ചു കൊടുത്ത എല്ലാ ബീഡ്സിനുള്ളിലേക്കും ഇതേ വർക്ക് ചെയ്തു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്ത് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊറിയർ ചെയ്യുന്നതാണ്. ഈ വർക്ക് മാത്രമല്ല, ഇതല്ലാതെ വേറെ ഏതെങ്കിലും വർക്ക് നിങ്ങൾക്ക് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ ഞങ്ങളുടെ വർക്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഏതൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിലേതെങ്കിലും ഇഷ്ടപ്പെട്ട വർക്ക് ഉണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിലുണ്ട്. ഇൻസ്റ്റഗ്രാം കയറി നോക്കിയാൽ എല്ലാം കാണാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് ചുറ്റും റിംഗ് നോട്ടാണ് ചെയ്യുന്നത്. റിംഗ് നോട്ട് ചെയ്യാൻ വേണ്ടി നീഡിൽ പൊക്കിയെടുത്തതിന് ശേഷം 3 പ്രാവശ്യം നീഡിൽ ചുറ്റും ഇതുപോലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ടൈറ്റ് ആക്കാതെ തന്നെ നേരെ താഴത്തോട്ട് വലിച്ച് ഇറക്കിയെടുക്കുക. ഈസി ആയിട്ട് റിംഗ് നോട്ട് ചെയ്യാം. എപ്പോഴും റിംഗ് നോട്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ത്രെഡ് വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ നോട്ട് കറക്റ്റായിട്ട് വരത്തില്ല. അതായത് സെൻറ്ററിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാൻ നോക്കണം, അല്ലെങ്കിൽ ആ നോട്ട് വരില്ല. സോ അതുപോലെ വർക്ക് ചെയ്തെടുക്കുക. ശരിക്കും ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വേണം ഇത് വരാൻ. ഇത് ഒരു ലെയറല്ല, 2 ലെയർ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ രണ്ടാമത്തെ ലെയർ ആദ്യത്തെ റിംഗ് നോട്ടിൻ്റെ ഇടയിലുള്ള ഭാഗത്തിൽ വേണം ചെയ്തെടുക്കാൻ. എന്നാലാണ് ആ കറക്റ്റായിട്ടുള്ള ആ സ്പേസിങ്ങും എല്ലാം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഡിസൈൻ നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. ശരിക്കും ഒരു ബഞ്ച് ഓഫ് പൂ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ഇത് വരും. ഇപ്പോൾ വർക്ക് തീർത്തു. ഇതുപോലെ തന്നെ എല്ലാം ഇപ്പം നമ്മൾ വരച്ച് വെച്ച എല്ലായിടത്തിലും ഇതുപോലെ ചെയ്തു കൊടുക്കുക. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, കാരണം ഈ ഒരു വർക്ക് ചെയ്യാൻ 3-4 ദിവസം എടുത്തായിരുന്നു. നമ്മൾ ഫുൾ ടൈം ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം 3-4 ദിവസം എടുത്താണ് ഈ വർക്ക് കംപ്ലീറ്റ് ആകുന്നത്. അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഇതുപോലെ കൊറിയർ ചെയ്ത് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേ പറയുവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതുപോലെ ഫുള്ളായിട്ടുള്ളത് ചെയ്തു. അടുത്തത് ഫ്ലാറ്റ് ബീഡും അതുപോലെ തന്നെ ചെറിയ ബീഡ്സുമാണ് യൂസ് ചെയ്തേക്കുന്നത്, ഷുഗർ ബീഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ആരി വർക്ക് വെച്ചിട്ടാണ് ചെയ്തു കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 4 ലൈൻസ് വെച്ചിട്ടാണ് ഓരോന്നിലും വരുന്നത്. ആ 4 ലൈൻസിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ കോർത്ത് കൊടുത്തു. അരി വർക്ക് അറിയാത്തവർ അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് ബീഡ് വർക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കാം. സ്ട്രെയിറ്റ് ബീഡ് വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും ഇതിന് മുന്നേ ഉള്ള വീഡിയോ കാണുക. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഇതുപോലെ ക്രോസ് ബീഡ് ചെയ്തു. ക്രോസ് ബീഡ് ചെയ്തതിന് ശേഷം ഫ്ലാറ്റ് ബീഡ് ചെയ്തതിന് ശേഷം ഇടയിൽ 2 ബീഡ് വിട്ടിട്ട് അടുത്ത ഫ്ലാറ്റ് ബീഡ് വെച്ചു. വീണ്ടും 2 ബീഡ് വെച്ചിട്ട് അടുത്ത ഫ്ലാറ്റ് ബീഡ്. അങ്ങനത്തെ രീതിയിലാണ് ചെയ്തെടുത്തത്. സോ ഓരോ ബീഡ്സിൻ്റെ ഇടയിൽ പ്രത്യേക സ്പേസിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ അത് കാണാനൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ അരി വർക്ക് താഴെ വഴിക്കും എല്ലാ ലൈൻസ് ഇപ്പോൾ ഒരേപോലെ വേണം എന്നില്ല. എല്ലാ ലൈൻസിൻ്റെ ഇടയ്ക്കുള്ളും ഇതുപോലെ തന്നെ വർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി ആരി വർക്ക് ഫസ്റ്റായിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ എപ്പോഴും നീഡിൽ നമ്പർ 14 വേണം യൂസ് ചെയ്യാൻ. 14 നീഡിൽ നമ്പറാണ് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ ഈസി. ആദ്യമേ വലിയ നീഡിലേക്ക് പോകരുത്, ചെറിയ നീഡിൽ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വലിയ നീഡിലേക്ക് യൂസ് ചെയ്ത് പോവുക. എന്നാലാണ് ആ വർക്ക് കറക്റ്റായിട്ട് ചെയ്ത് കിട്ടാൻ എളുപ്പമാവുക. ഇതുപോലെ ലൈൻസ് വരച്ചതിൽ ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്ത് എടുക്കുക. എപ്പോഴും കെട്ടിടുന്നോർത്ത് ഒന്ന് ഗമ്മുകൂടെ തേച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ ഔട്ട്ലുക്ക്. ഫുള്ളായിട്ടുള്ള വർക്ക് തീർത്തു. ഇതേ വർക്ക് നിങ്ങൾക്ക് ബ്ലൗസിലോ ഇല്ല സാരിയിലോ ചെയ്യാൻ പറ്റുന്ന
ടൈപ്പ് വർക്കാണ്. സോ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ ഒരു വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരാൻ പറ്റുന്നതാണ്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് വർക്ക് ചെയ്ത് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിലും ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലോ ഇല്ല ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്കോ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇല്ല ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെയായാലും ഒന്ന് കമൻറ്റിലായാലും പറഞ്ഞാൽ മതി. തീർച്ചയായും ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് എടുക്കുന്നതാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു. ബൈ ബൈ. സ്റ്റേ ട്യൂൺഡ്.